ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 27 മുതൽ 30 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് ആര്? കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് ഉത്തരം ഡോക്ടർ എ ജയതിലക്. നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ഡോക്ടർ എ ജയതിലക് നിയമിതനാവുന്നത്. 2025 ഏപ്രിലിൽ ICC പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? 2025 ഏപ്രിലിൽ ICC പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം സൗരവ് ഗാംഗുലി. 2025 ഏപ്രിലിൽ അന്തരിച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞനും ISROയുടെ മുൻ ചെയർമാനുമായ വ്യക്തി ആര്? 2024 ഏപ്രിൽ അന്തരിച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞനും ISROയുടെ മുൻ ചെയർമാനുമായ വ്യക്തി ഉത്തരം ഡോക്ടർ കസ്തൂരി രംഗൻ. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം ഏത്? രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം ഉത്തരം പോർച്ചുഗൽ. പോർച്ചുഗലിന്റെ തലസ്ഥാനമാണ് ലിസ്ബൺ. കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ഉത്തരം ശാസ്താംപാറ. തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറയിലാണ് കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. 2025 ഏപ്രിൽ അന്തരിച്ച മലയാളത്തിന്റെ പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ വ്യക്തി ആര്? 2025 ഏപ്രിൽ അന്തരിച്ച മലയാളത്തിന്റെ പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ വ്യക്തി ഉത്തരം ഷാജി എൻ കരുൺ. നിലവിൽ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റുമാണ് ഷാജി എൻ കരുൺ. കാൻ ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാള സിനിമയാണ് ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത പിറവി. പിറവി, സോപാനം, സ്വം, വാനപ്രസ്ഥം, കുട്ടിസ്രാങ്ക്, ഓള് തുടങ്ങി നിരവധി ചിത്രങ്ങളും ഏതാനും ഹ്രസ്വചിത്രങ്ങളും ഷാജി എൻ കരുൺ സംവിധാനം ചെയ്തിട്ടുണ്ട്. 2011 പത്മശ്രീ പുരസ്കാരം, 2024 മലയാളത്തിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2025 ഏപ്രിലിൽ അന്തരിച്ച അന്താരാഷ്ട്ര പ്രശസ്തനായ ചരിത്രകാരൻ ആര്? 2025 ഏപ്രിലിൽ അന്തരിച്ച അന്താരാഷ്ട്ര പ്രശസ്തനായ ചരിത്രകാരൻ ഉത്തരം ഡോക്ടർ MGS നാരായണൻ. മിതാതൽ, തിഗ്രാന എന്നീ ഹാരപ്പൻ സ്ഥലങ്ങളെ സംരക്ഷിത പുരാവസ്തു സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? മിതാതൽ, തിഗ്രാന എന്നീ ഹാരപ്പൻ സ്ഥലങ്ങളെ സംരക്ഷിത പുരാവസ്തു സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തരം ഹരിയാന. ഗണിതശാസ്ത്ര മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്കു നൽകുന്ന ആബേൽ പുരസ്കാരം 2025 നേടിയ ഗണിതശാസ്ത്രജ്ഞൻ ആര്? ഗണിതശാസ്ത്ര മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ആബേൽ പുരസ്കാരം 2025 നേടിയ ജപ്പാനീസ് ഗണിതശാസ്ത്രജ്ഞൻ ഉത്തരം മസാക്കി കഷിവാര. ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ജപ്പാനീസ് പൗരനാണ് മസാക്കി കഷിവാര. അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉത്പന്നങ്ങൾ ഉത്തരം രാംനാട് ചിത്തരൈക്കർ അരി, വിരുദുനഗർ ചുവന്ന മുളക്, പാൻറുട്ടി ചക്ക, പാൻറുട്ടി കശുവണ്ടി, പുളിയങ്കുടി ആസിഡ് മാങ്ങ, ചെട്ടിക്കുളം ചെറിയ ഉള്ളി എന്നിവയാണ് അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉത്പന്നങ്ങൾ. ഇതുവരെ തമിഴ്നാട്ടിൽ നിന്ന് 69 ഉൽപ്പന്നങ്ങൾക്കാണ് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ളത്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ AI സിനിമ ഏത്? ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ AI സിനിമ. ഉത്തരം ലവ് യു. കന്നഡ സിനിമയായ ലവ് യു എന്ന സിനിമയാണ് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ AI സിനിമ. S. നരസിംഹമൂർത്തിയാണ് ലവ് യു എന്ന സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും. അടുത്തിടെ ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്ത രാജ്യം ഏത്? അടുത്തിടെ ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ടത് ഏതു രാജ്യത്ത്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലെ ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യയിലാണ് ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അടുത്തിടെ അനാവരണം ചെയ്യപ്പെട്ടത്. ഈ പ്രതിമയുടെ ശില്പി റാം വി സൂദർ. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ആര്? 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത്? ഉത്തരം സമർ അബു എലൂഫ്. 2024 ഗാസയിൽ നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ ഇരു കൈകളും നഷ്ടപ്പെട്ട മഹ്മൂദ് എന്ന ബാലന്റെ ചിത്രമെടുത്ത സമർ അബു എലൂഫിനാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത്. 2025 ഏപ്രിലിൽ ഹേഗ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം പിൻവലിച്ചതായി പ്രഖ്യാപിച്ച രാജ്യം ഏത്? 2025 ഏപ്രിലിൽ ഹേഗ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ച രാജ്യം? ഉത്തരം ഹംഗറി. 2025 ലോക വിമാനത്താവള റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയ വിമാനത്താവളം ഏത്? 2025 ലോക വിമാനത്താവള റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയ വിമാനത്താവളം? ഉത്തരം സിംഗപ്പൂർ ചാംഗി വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ഡ്രോൺ യൂണിറ്റ് പ്രവർത്തനമാരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ഡ്രോൺ യൂണിറ്റ് പ്രവർത്തനമാരംഭിച്ചത്? ഉത്തരം ചെന്നൈ. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര്? ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി? സ്പെക്ട്രം പദ്ധതി. കര വ്യോമസേനകൾക്കായി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഹെലികോപ്റ്റർ? കര വ്യോമസേനകൾക്കായി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഹെലികോപ്റ്റർ? ഉത്തരം പ്രചണ്ഡ്. 16,400 അടി ഉയരത്തിൽ നിന്നും ഇറങ്ങാനും പറന്നുയരുവാനും കഴിയുന്ന ഒരേയൊരു ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിതമായത്? ഉത്തരം പൂനെ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രശസ്തമായ സീറോ വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സീറോ വാലി സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അരുണാചൽ പ്രദേശ്. ഗംഗ നർമ്മദ ടൂറിസം ഇടനാഴിയുടെ വികസനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗംഗ നർമ്മദ ടൂറിസം ഇടനാഴിയുടെ വികസനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ? ഉത്തരം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. റെയിൽവേ ട്രാക്കിലെ അപകടം ഒഴിവാക്കാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ? റെയിൽവേ ട്രാക്കിലെ അപകടം ഒഴിവാക്കാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ ദോസ്ത്? ഉത്തരം ദോസ്ത്. ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ ഏത്? ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്? ഉത്തരം എമ്പുരാൻ. 300 കോടി ക്ലബിൽ എത്തുന്ന ആദ്യ മലയാള ചിത്രവും എമ്പുരാനാണ്.
കേരള കാർഷിക സർവകലാശാലയുടെ വൈൻ ബ്രാൻഡിനു നൽകിയ പേര്. കേരള കാർഷിക സർവകലാശാലയുടെ വൈൻ ബ്രാൻഡ്. ഉത്തരം നിള. കാട്ടുതീയിൽ 50 ഏക്കറോളം കത്തിനശിച്ച സജ്ജൻഗഡ് വന്യജീവി സങ്കേതം ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അടുത്തിടെ കാട്ടുതീയിൽ 50 ഏക്കറോളം കത്തിനശിച്ച സജ്ജൻഗഡ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? രാജസ്ഥാൻ. ഉത്തരം രാജസ്ഥാൻ. മുംബൈ പൂണ്ടോൾ ആർട്ട് ഗ്യാലറിയിലെ ലേലത്തിൽ 16 കോടി രൂപയ്ക്ക് വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രം ഏത്? മുംബൈ പൂണ്ടോൾ ആർട്ട് ഗ്യാലറിയിലെ ലേലത്തിൽ 16 കോടി രൂപയ്ക്ക് വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രം? ഉത്തരം റിദ്ധി സിദ്ധി ഗണപതി. ഗണപതിയുടെ മടിയിൽ ഭാര്യമാർ ഇരിക്കുന്നതായി ചിത്രീകരിച്ചതാണ് റിദ്ധി സിദ്ധി ഗണപതി എന്ന പെയിന്റിംഗ്. അടുത്തിടെ ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആര്? അടുത്തിടെ ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത്? ഉത്തരം അജയ് സേത്ത്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ മാങ്ങ. ലോകത്തിലെ ഏറ്റവും വിലയേറിയ മാങ്ങ ഏത്? ഉത്തരം മിയാസാക്കി മാങ്ങ. എഗ് ഓഫ് ദ സൺ എന്ന പേരിലാണ് ഈ മാങ്ങ അറിയപ്പെടുന്നത്. കിലോക്ക് 3 ലക്ഷം രൂപ വിലയുള്ള മിയാസാക്കി മാങ്ങയുടെ ജന്മദേശം ജപ്പാനിലെ മിയാസാക്കിയാണ്.